നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഓർഡറാണ് കേട്ടോ അത്. ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ മട്ടൻ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇളയ മട്ടനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ ആവശ്യമുള്ളവർ തന്നെ കൊണ്ടു തന്നതാണ് കേട്ടോ. ഓർഡർ തന്നവർ മട്ടൻ. അപ്പം നമ്മളിവിടെ തൊട്ടടുത്തൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടും പിന്നെ അവർക്ക് നല്ല മട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടും അങ്ങനെ അവർ തന്നെ കൊണ്ടു തന്നതാണ് ചെയ്തത്. രാവിലെ തന്നെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി ഈ മട്ടനിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മസാല ചേർക്കണം. അപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിന്നും വെളുത്തുള്ളിന്നും കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെ അല്ലാതെ തന്നെ പ്ലെയിനായിട്ടും നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഞാൻ അധികവും കല്ലുപ്പ് തന്നെയാണ് ചേർക്കാറുള്ളത്. അതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പം കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കി പിന്നെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് സാധാരണ ഞാൻ ചിക്കൻ ബിരിയാണിയിലേക്ക് ചിക്കൻ മസാലപ്പൊടി ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിതിന് മട്ടൻ മസാലപ്പൊടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതും ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസാലയിലേക്ക് വേറെയും ചേർക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനില, ഒരുപാട് കറിവേപ്പിനില ബിരിയാണിക്ക് ആവശ്യമില്ല, കുറച്ച് വേണം താനും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുകയാണ്. മല്ലിയില കുറച്ചധികവും പുതിന വളരെ കുറവാണ് കേട്ടോ ചേർക്കുന്നത്. പുതിന ഒരുപാടായിപ്പോയാൽ അതിൻ്റെ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ്. മല്ലിയില പിന്നെ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പല ടൈപ്പിലും ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു വലിയ നാരങ്ങ ഇതിലേക്ക് മുറിച്ചിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നാരങ്ങ നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കുമ്പോഴും ചേർക്കും കേട്ടോ. ഇനി ഈ മസാല എല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബീഫ് ബിരിയാണിക്കായാലും ഈ മട്ടൻ ബിരിയാണിക്കായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മുടെ ചിക്കൻ ബിരിയാണി പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് മസാലൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെതായ ഈ മട്ടൻ്റെതായ ടേസ്റ്റ് ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാവും. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുത്തണം. ഞാൻ 3 വിസിലായിപ്പോയി. 3 വിസിൽ ആവശ്യമില്ല ഇതിന്, നല്ല ഇളയ മട്ടൻ ആയതുകൊണ്ട്. അപ്പോൾ 2 വിസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ 2 വിസിൽ മതി, ഇളയ മട്ടൻ ആണെങ്കിൽ കേട്ടോ. ഇനി അല്ലാതെ വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ, ഞാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ പുറത്ത് അടുപ്പത്ത് വെച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ RKG ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. RKG അല്ല, സോറി, മിൽമ നെയ്യാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇനി RKG ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ മസാലയിൽ ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മിക്സിയിൽ പിന്നെ പ്രീതി സിയോൺ മിക്സിയാണല്ലോ എൻ്റെ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങൾ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് അരിഞ്ഞതുകൊണ്ട് തന്നെ 10 മിനിറ്റ് മുഴുവൻ വേണ്ടി വന്നിട്ടില്ല, അത്രയും ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് കേട്ടോ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ഈ പിന്നെ ഉള്ളി ഉണ്ടല്ലോ നല്ല രീതിയിലൊന്ന് വാടി വരണം കേട്ടോ. അതിന് ഈ ബിരിയാണി എന്നല്ല, ഏത് ബിരിയാണി ആയാലും ഉള്ളി നല്ലോണം ഒന്ന് വാടിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ബിരിയാണി അടുപ്പത്താവുമ്പോഴേക്കും ഇക്കാക്കയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ഓർഡറൊക്കെ ആകുമ്പോൾ 5 കൂടുതൽ പിന്നെ ഓർഡറൊക്കെ വരുമ്പോൾ ഇക്കാക്ക എന്തായാലും ഹെൽപ്പിനുണ്ടാവും. അല്ലാതെ എനിക്ക് അടുപ്പത്തു നിന്ന് താഴോട്ട് ഇറക്കാനും കയറ്റാനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇളക്കി തരാനൊക്കെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി വലുതായി പോയിട്ടോ തക്കാളി. അപ്പോൾ ഇക്കാക്ക എന്നോട് പറയുന്നത് ഇത്രയും വലുതാക്കി എന്തിനാണ് ഇട്ടത്, വളരെ ചെറുതാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വലുതായി പോയി. അപ്പോൾ തിരക്കാണല്ലോ, മൈൻഡിൽ മൊത്തം തിരക്കായതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ചാൽ ഒരുപാട് ഫൈനായിട്ട് അരിഞ്ഞു പോകരുത്. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ഈ മട്ടൻ മസാലപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം ഉണ്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട്, അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതി, ഒരുപാട് ആയിപ്പോണ്ട, ഭയങ്കര ഒരു മഞ്ഞയായിരിക്കും മസാലക്ക്. അപ്പോൾ ആ പൊടികളൊക്കെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മറന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ബിരിയാണിയിൽ ചില സമയത്തെ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ. പക്ഷേ ഇതിൽ മട്ടൻ ബിരിയാണിയിലും ബീഫ് ബിരിയാണിയിലും മസ്റ്റായിട്ട് തന്നെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്.
നമ്മൾ സാധാരണ വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ഉണ്ടല്ലോ, ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ള, അപ്പോൾ ആ ഒരു മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് തൈരാണ്, 500 ഗ്രാമിൻ്റെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എന്താ പറയുക, ആ ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മട്ടന് വെന്തതിന് ശേഷമാണ് ഈ മസാല റെഡിയാക്കാനായിട്ട് നിന്നത്. ഈ നമ്മൾ മസാല ഒക്കെ സെറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് അത് കുക്കറോട് കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ചധികം തന്നെ ഗ്രേവി വന്നിട്ടുണ്ട്. ആ ഗ്രേവി ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല. കുറച്ച് ഭാഗം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് റൈസിലേക്ക് ചേർക്കും. അപ്പോൾ ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ആ ഒരു ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ, ഗ്രേവി വെച്ചാൽ ആ മട്ടന് വെന്തൊരു വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ബിരിയാണി വെക്കാൻ കൈമ റൈസാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു റൈസിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കൂടി ആകുമ്പോഴാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരുപാട് സമയം ഇളക്കി കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാൽ മട്ടന് ആവശ്യത്തിലധികം തന്നെ വെന്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരു സമാധാനം വെച്ചാൽ എനിക്ക് ആകെ ടെൻഷൻ ആയിരുന്നു കേട്ടോ അത് വെന്തതിനെ കൊണ്ട്. പക്ഷേ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയാണ് കേട്ടോ അത്. ഒരു കുഴപ്പമില്ല, വെന്തതിനെ കൊണ്ടാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു സമാധാനമായി. എന്നാലും ഒരുപാട് വേവായി പോണ്ട, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ചധികം മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ആ ഒരു ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചെറുനാരകൻ്റെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കേജ്. പിന്നെ എല്ലാ പ്രാവശ്യവും ഈ നെയ്ച്ചോറ് വെക്കുന്നത് കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം തളിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലും നാരങ്ങനീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ സാധാ നെയ്യുണ്ടല്ലോ, RKGയോ ഇനി മിൽമയൊക്കെ, ഞാൻ പെട്ടെന്നത് RKG എന്നാണ് കേട്ടോ പറഞ്ഞോണ്. പിന്നെ ആ റൈസിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഞാൻ പറഞ്ഞില്ലേ, ഈ മട്ടന്ന് വന്നിട്ടുള്ള ആ വെള്ളം. പക്ഷെ ആ വെള്ളം കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അരി ഇടാൻ. ഞാനിപ്പോൾ ഇത് 7 കിലോ റൈസ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ 1 കിലോ റൈസാണ് എടുക്കുന്നതെങ്കിൽ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ചധികം തന്നെ ഒരു 3 കിലോയിലധികം നമ്മൾ റൈസ് വെക്കുകയാണെങ്കിൽ വെള്ളം 1.5 മതി കേട്ടോ, ഡബിൾ വേണ്ട. അതേപോലെ തന്നെ റൈസും ഒരുപാട് വെന്ത് പോകരുത്, ഒരു 75-80% വേവായാൽ മതി. പിന്നെ ആ ദമ്മ് കിടന്നിട്ട് വെന്തോളും, പാകത്തിനുള്ള വേവായിക്കോളും. ഞാൻ തീരെ സാധാ മറ്റുള്ള അരികൾ ഉപയോഗിക്കാറില്ല കേട്ടോ ഈ ഒരു ബിരിയാണി വെക്കാനായിട്ട്. കൈമ റൈസ് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് വാങ്ങൽ, അതുകൊണ്ടാവും ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ വരാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് മാറ്റിയാൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് മുമ്പൊക്കെ വരാറുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അഭിപ്രായം ആളുകൾക്ക് പറയാനുണ്ടാവും. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നതിലൊക്കെ നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. നമ്മൾ അത്രയും പൈസ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ട് ഒരു പണി എടുക്കുമ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചെമ്പ് മാറ്റാറുണ്ട് കേട്ടോ. ആ മസാല ഉണ്ടാക്കിയ ചെമ്പിലാണ് ശരിക്ക് ദമ്മ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വേറെ ചെമ്പിലേക്കാണ് മാറ്റൽ, കാരണം എനിക്കെന്തോ ഒരു സമാധാനക്കേടാണ്, അടി കരിഞ്ഞു പോകുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ. പിന്നെ ഞാൻ ആ മസാല ചെമ്പിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ റോസ് എസൻസ് കുറച്ച് ഒരു 2-3 തുള്ളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉറ്റിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് പിന്നെ കുറച്ച് നല്ല നെയ്യ് ചേർത്ത്, ഈ നല്ല നെയ്യിൽ കുറച്ച് ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട്, നമ്മളെ മസാലയിലും ചേർക്കാറുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, വലിയുള്ളി അരിഞ്ഞത് പൊരിച്ചത്, പിന്നെ കുറച്ച് മല്ലിയില എന്നിവ കൂടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പകുതി എടുത്തിട്ട് ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ബാക്കിയുള്ള റൈസ് അതിൻ്റെ മേലെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ഇതും ദമ്മിടുന്നത്. പിന്നെ അതിലേക്ക് സാധാരണ ഞാൻ പൊരിച്ച ഓയിലാണ് ഈ ഭാഗത്ത് ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാറ്. പക്ഷേ അത് ആ പൊരിച്ച ഓയിൽ ഞാൻ നേരത്തെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. പൊരിച്ച ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ചെമ്പിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ കുഴച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആവി പുറത്തേക്ക് പോകില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ദമ്മ് ചെയ്യുന്നതിനെ കൊണ്ടാണ് റൈസ് ഒരുപാട് വെന്ത് പോയതെന്ന് പറയുന്നത്. പിന്നെ ഈ ദമ്മിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഒത്തിരി ഒരു വേവ് വരുമല്ലോ. അപ്പോൾ നമ്മൾ റൈസ് വെന്ത് പോയാൽ ഈ ദമ്മിലും കൂടി കിടക്കുമ്പോൾ ഓവർ കുക്കായി പോകും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, ചോറ് ഓവറായി പോകും. അതുമല്ല ഒരുപാട് സമയം വെക്കുകയാണെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. എന്നാലും ഒരു പരിധിയൊക്കെ
തീരെ വയ്യാണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഓർഡർ വന്നതാണ്, നോമ്പ് തുറക്കാനുള്ളതുമാണ്. അപ്പോൾ പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി നല്ല ടയേർഡായും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ നല്ലൊരു അഭിപ്രായം കൂടി അവരെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൂടി ആയിട്ടോ അത്. പിന്നെ 3 കിലോ ബീഫ് വരട്ടിയത്, 3 കിലോ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ദമ്മ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ മാക്സിമം ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ദമ്മ് പൊട്ടിക്കുകയും ചെയ്യരുത്, അങ്ങനെയുണ്ട്. മാക്സിമം ഒരു 2 മണിക്കൂർ നമ്മൾ അതിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.